നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അണിയറയിൽ പ്ലാൻ ബി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ബി.ജെ.പി മത്സരിക്കുമെന്ന് കെ സുരേന്ദ്രൻ. എൻ.ഡി.എയുടെ സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിൽ നിന്ന് വയനാട് സീറ്റ് തിരിച്ചെടുക്കും. ശക്തനായ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ നിർത്തും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ സസ്പെൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ ബി.ജെ.പി മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ എൻ.ഡി.എയുടെ സഖ്യകക്ഷിയായ ബി.ഡി.ജെ.എസിൽ നിന്ന് വയനാട് സീറ്റ് തിരിച്ചെടുക്കും. ബി.ജെ.പിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയായിരിക്കും അങ്ങനെയെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുക എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് ഏതെങ്കിലും തരത്തിൽ അർഹമായ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന സർക്കാർ കൃത്യമായി കേന്ദ്രം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകാത്തതാണ് കാരണം. കേന്ദ്രം വിവേചനം കാട്ടുന്ന പരാതി സുപ്രീം കോടതി പോലും കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് പരസ്പരം ചർച്ച പരിഹരിക്കാൻ നിർദ്ദേശിച്ചത്. വന്യജീവികളുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണം പോലും ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുകയാണ്. പ്രതിപക്ഷവും ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം കർഷക സമരത്തിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് പോയതിനാൽ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ജാർഖണ്ഡിലെ 2ാം ഘട്ട പര്യടനം റദ്ദാക്കി. രാഹുൽ ബുധനാഴ്ച ഛത്തീസ്ഗഡിൽ നിന്ന് ജാർഖണ്ഡിൽ പ്രവേശിച്ചായിരുന്നു പര്യടനം തുടങ്ങേണ്ടിയിരുന്നത്. ഗർവ ജില്ലയിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുമായി തീരുമാനിച്ചിരുന്ന സംവാദത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഫെബ്രുവരി ആദ്യവാരമായിരുന്നു ജാർഖണ്ഡിൽ യാത്രയുടെ 1ാം ഘട്ടം. പശ്ചിമ ബംഗാളിൽ നിന്ന് ഫെബ്രുവരി 2-നാണ് യാത്ര സംസ്ഥാനത്തെത്തിയത്. 6-ന് ഒഡീഷയിൽ പ്രവേശിച്ചു. അതേസമയം കർഷക സമരം നേരിടാൻ ഡൽഹി പോലീസ് കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും അടച്ചുപൂട്ടലും ശ്വാസം മുട്ടി തലസ്ഥാന നഗരി. അതിർത്തികളിലെ ഭൂരിഭാഗം റോഡുകളും അടച്ചതിനാൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകാനും വരാനും വലിയ പ്രയാസമാണ് നേരിടുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. തുറന്ന റോഡുകളിൽ കിലോമീറ്ററുകൾ നീണ്ട ട്രാഫിക് കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ദില്ലി ചലോ മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പരിക്കേറ്റ കർഷകനെ ആശ്വസിപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വന്നതും വ്യത്യസ്തമായി. അംബാലയ്ക്ക് അരികിൽ ശംഭു അതിർത്തിയിൽ വെച്ച് പരിക്കേറ്റ കർഷകനോടാണ് രാഹുൽ മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചത്. വിഷമിക്കരുത്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. രാജ്യത്തിനേറെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചാണ് നിങ്ങൾ പൊരുതുന്നത്. നിങ്ങൾ മുൻപും ഇപ്പോഴും രാജ്യത്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്നും രാഹുൽ കർഷകനോട് പറഞ്ഞു. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ വാറിംഗ് ആശുപത്രിയിലെത്തി കർഷകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കാൻ കർഷകർക്ക് അവസരമൊരുക്കിയത്. ഹരിയാന അതിർത്തി കടക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞിരുന്നു. ജലപീരങ്കിയും കണ്ണീർ വാതകവും പോലീസ് പ്രയോഗിച്ചു. പോലീസ് നീക്കത്തിൽ കൈക്കും കണ്ണിനും പരിക്കേറ്റതിനെ തുടർന്നാണ് കർഷകരെ രാജ്പുരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.